എല്ലാവർക്കും നമസ്കാരം. ചാറ്റ് വിത്ത് ഗ്രൗണ്ട് ബ്രേക്കറിൻ്റെ മറ്റൊരു പുത്തൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. ദൂരദർശൻ വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ബാലകൃഷ്ണൻ. പ്രധാന വാർത്ത. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് വളരെ വിശിഷ്ടമായൊരു വ്യക്തിത്വമാണ്. മലയാളികൾക്ക് ഏറെ പ്രിയങ്കരനായ ബാലകൃഷ്ണൻ സർ. ദൂരദർശൻ എന്ന് കേട്ടുകഴിഞ്ഞാൽ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം ഓടിയെത്തുന്ന പേര് ഇത് തന്നെയാണ്. വാർത്തകൾ വായിക്കുന്നത് ബാലകൃഷ്ണൻ എന്ന ടാഗ്ലൈൻ തന്നെയാണ് മനസ്സിൽ ഇന്നും ഉള്ളത്. അവിടെ നിന്നും ജനം ടി വിയിലേക്ക് എത്തി നിൽക്കുന്ന സാറുമായുള്ള ഒരു അഭിമുഖമാണ് ഇന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്വാഗതം സർ. സാറിനോട് ആദ്യമായിട്ട് ചോദിക്കാനുള്ളത്, ഈ കോഡ് ഓഫ് എത്തിക്സ് അല്ലെങ്കിൽ കോഡ് ഓഫ് കോണ്ടക്റ്റ് എന്ന് പറയുന്ന ഒരു സംഗതി വളരെ സ്ട്രിക്റ്റായിട്ട് പണ്ട് കാലം മുതൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ചാനലാണ് ദൂരദർശൻ. ഇന്ന് നമ്മൾ കാണുന്ന പല വാർത്താ മാധ്യമങ്ങളും അവരുടെ പുതിയ ചാനൽ തുടങ്ങുന്ന സമയത്ത് അത്തരത്തിൽ ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ വളരെ സംശയമാണ്. അപ്പോൾ ഞാൻ ചോദിക്കുന്നത്, അത്തരത്തിലുള്ളൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് നമ്മുടെ ചാനലുകൾക്ക് ആവശ്യമില്ലേ എന്നുള്ളതാണ്. സ്വകാര്യ ചാനലായതുകൊണ്ടേ അതിന് ലൈസൻസുമായി ബന്ധപ്പെട്ട് ഒരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്, സ്വാഭാവികമായിട്ടുണ്ട്. പിന്നെ ജേർണലിസ്റ്റിക് ഒരു കാഴ്ചപ്പാടിൽ അതൊരു കോഡ് ഓഫ് കോണ്ടക്റ്റ് ഉണ്ട്, പ്രസ് ലോയുമായിട്ട് ബന്ധപ്പെട്ടിട്ട്. അത് വിട്ടുള്ള കാര്യമാണ് ഇപ്പോൾ നമ്മൾ ഈ ചോദ്യത്തിൽ നിന്ന് വരുന്നൊരു ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ എനിക്ക് തോന്നുന്നത് ഈ ഡിസിപ്ലിനും സെൽഫ് ഡിസിപ്ലിനും പോലെയുള്ളൊരു വസ്തുതയാണ്. ഇതിപ്പോൾ ഡിസിപ്ലിനെ കുറിച്ചാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. അതിൽ നിന്ന് സെൽഫ് ഡിസിപ്ലിനിലേക്ക് മാറിയാൽ ഈ പ്രശ്നങ്ങൾ തീരും. ഞാൻ ഇത്രയും ചോദിച്ചാൽ മതി, ഞാൻ ഇങ്ങനെ സംസാരിച്ചാൽ മതി, ഇവിടം വരെയാണ് എനിക്ക് പോകാനുള്ളത്, ഇതാണ് എൻ്റെ പരിധി എന്നൊക്കെ ഒരു സ്വയം തീരുമാനമെടുത്താൽ തീരാവുന്ന കാര്യങ്ങളേ ഉള്ളൂ ഇതൊക്കെ. ഡിസിപ്ലിൻഡ് ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇന്നത്തെ ഒരു വ്യവസ്ഥയിൽ നടപ്പിലാകണമെന്നില്ല. ഇന്നത്തെ ലോകത്തെ സാഹചര്യങ്ങളിൽ അവർ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടാകണം. വ്യക്തിക്കുള്ള പോലെ തന്നെ ജേർണലിസ്റ്റിനും ആ സമൂഹത്തിനും മാധ്യമ ലോകത്തിനും ഒട്ടാകെയും ആ സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ഈ ചോദ്യത്തിനുള്ള ഉത്തരമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. സർ, നമ്മൾ ഇന്ന് കാണുന്ന പല ലോക്കൽ ന്യൂസ് ചാനലുകളുടെയും ഒരു സമയത്തുള്ളൊരവസ്ഥ ഉണ്ടായിരുന്നു. അതായത് വാർത്ത അവതരിപ്പിക്കുന്ന വ്യക്തി ആ സമയത്ത് വരുന്നു, വാർത്ത വായിക്കുന്നു, പോകുന്നു. എഴുതുന്നത് ഒരുപക്ഷെ അതിന് മുമ്പുള്ള ഷിഫ്റ്റിലുള്ള ഒരാളായിരിക്കാം. സാറ് തന്നെ പല ഇൻ്റർവ്യൂസിനും പറഞ്ഞിട്ടുള്ളൊരു കാര്യമുണ്ട്. അതായത് ഒരു ആൾ തന്നെ ഇപ്പോഴത്തെ അവസ്ഥയിൽ മാതൃഭൂമി പോലെയുള്ള വലിയ ചാനലുകളിൽ സംഭവിക്കുന്നത്, ഷിഫ്റ്റിന് ഒരുപാട് മുൻപേ അദ്ദേഹം എത്തുന്നു, വാർത്ത കണ്ടെത്തുന്നു, എഴുതുന്നു, ടെലിപ്രോംപ്റ്ററിലേക്ക് വേണ്ടി ടൈപ്പ് ചെയ്യുന്നു, അവസാനം അദ്ദേഹം തന്നെ വായിക്കുന്നു. അത്തരത്തിലുള്ളൊരു സമ്പ്രദായം വരുമ്പോഴല്ലേ ആധികാരികമായ ഒരു തരത്തിലുള്ള വാർത്താ അവതരണം സംഭവിക്കുന്നത്? ഇപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ എല്ലായിടത്തും അങ്ങനെയാണ്. അതായത് മാധ്യമപ്രവർത്തകൻ എന്ന രീതിയിലാണ് നമ്മളെല്ലാവരും അവിടെ പ്രവർത്തിക്കുന്നത്. അതിൽ കുറച്ച് പേർക്ക് വാർത്ത അവതരിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ടാവും. ഇപ്പോൾ നമ്മൾ രാവിലെ തുടങ്ങുന്ന 6 മണിക്ക് തുടങ്ങുന്ന ഷിഫ്റ്റ് ഉച്ചയ്ക്ക് 2 മണി വരെ ഉണ്ടെങ്കിൽ അതിനിടയിൽ 2 ബുള്ളറ്റിൻ കൂടി നമ്മൾ വായിക്കണം, അവതരിപ്പിക്കണം. അപ്പോൾ അതിനു മുൻപും ബുള്ളറ്റിന് ശേഷവും നമ്മൾ ഡെസ്കിൽ നമുക്ക് ചില ജോലികളുണ്ടാവും. ആ ജോലി നമ്മൾ ചെയ്യുന്നുണ്ടാവും. അങ്ങനെ ആ ഡെസ്കിലിരിക്കുന്ന 5 or 6 പേരായിരിക്കും രാവിലെ 6 മുതൽ ഉച്ചയ്ക്ക് 2 മണി വരെയുള്ള ഓരോ 1 മണിക്കൂർ ഇടവിട്ടും വാർത്ത വായിച്ചുകൊണ്ടിരിക്കുക. ആ വാർത്ത വായിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നതിന് മുൻപും വാർത്ത വായിച്ചതിന് ശേഷവും അവരുടെ ജോലി അവിടെ എഡിറ്റോറിയൽ വിഭാഗത്തിൽ അവർക്ക് അസൈൻ ചെയ്ത് കൊടുത്തിട്ടുള്ള ജോലികൾ ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു പഴയകാല കാഴ്ചപ്പാടായിരുന്നു ഈ ഒരു കമ്പാർട്ട്മെൻ്റലൈസ്ഡ് ആയിട്ട് ന്യൂസ് എഡിറ്റർ, അസിസ്റ്റൻറ്റ് ന്യൂസ് എഡിറ്റേഴ്സ്, ട്രാൻസ്ലേറ്റേഴ്സ്, അല്ലെങ്കിൽ ന്യൂസ് പ്രസൻറ്റർ, ന്യൂസ് റീഡർ എന്നൊക്കെ പറയുന്ന ഒരു പഴയ കാഴ്ചപ്പാടാണ്. ഇതിപ്പോൾ പുതിയ ചാനലുകളിലൊന്നും അങ്ങനെ വരുന്നില്ല. എല്ലാവരും മാധ്യമപ്രവർത്തകരാണ്, എല്ലാവരും എല്ലാ ജോലിയും ചെയ്യുന്നു. ഒരുപക്ഷെ ഇന്ന് ഡെസ്കിലിരിക്കുന്ന 4 പേർ നാളെ കേരളത്തിന് പുറത്തുള്ള ബ്യൂറോകളിലേക്കൊക്കെ അവർ പോയേക്കാം. കേരളത്തിന് പുറത്ത് ബ്യൂറോയിലുള്ളവർ ഡെസ്കിലേക്ക് വന്നേക്കാം. അങ്ങനെ ഡെസ്കിൽ വന്നവർ പിറ്റേ ദിവസം 2 ദിവസം കഴിയുമ്പോൾ വാർത്ത വായിച്ചേക്കാം. അപ്പോൾ എല്ലാവരും എല്ലാ ജോലികളും ചെയ്യുന്ന ഒരു രീതിയിലേക്കാണ് ഇന്ന് മാധ്യമപ്രവർത്തനം വരുന്നത്. അതിൽ ഇതൊരു വളരെ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ളൊരു ഏരിയ ആയതുകൊണ്ട് ആ മാധ്യമപ്രവർത്തകരിൽ തിരഞ്ഞെടുക്കപ്പെട്ട ചിലരായിരിക്കും വാർത്ത അവതരിപ്പിക്കുക. അത്രേ അവർക്കൊരു പ്രത്യേകത. പക്ഷേ അത് ജോലിയുടെ ഭാഗമാണ്. ഇപ്പോൾ നമ്മൾ കാണുന്ന ഒരു വലിയ ട്രെൻഡ് ഉണ്ട്.
അതായത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന 2 കൺസെപ്റ്റുകൾ എന്ന് പറയുന്നത്, ഒന്ന് പ്രൈം ടൈം, 2 ന്യൂസ് അവർ ഡിബേറ്റ്. ഈ പ്രൈം ടൈം എന്ന കൺസെപ്റ്റ് കടന്നു വന്നതിന് പുറകെ വന്ന ഒരു ഇൻവെൻഷനാണ് ഈ പറയുന്ന ന്യൂസ് അവർ ഡിബേറ്റുകൾ. അത് ഒരുവിധം ഇന്ത്യൻ മാധ്യമങ്ങളിലെല്ലാം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് സൈമൾട്ടേനിയസ് ആയിട്ട്. നമ്മൾ കണ്ടെത്തുന്ന വലിയ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പലപ്പോഴും വലിയ വലിയ CAA പോലെയുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കാൻ വേണ്ടി ന്യൂസ് ഡിബേറ്റിൽ പങ്കെടുക്കാനെത്തുന്ന അതിഥികളിൽ പലരും അതിനെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാനോ അല്ലെങ്കിൽ ഒരു സ്കോളർലി ലെവലിൽ സംസാരിക്കാനോ പറ്റുന്ന ആളുകളെക്കാളും ഏറെ അതിനെ ഒരു കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള രീതിയിലേക്ക് അല്ലെങ്കിൽ റേറ്റിംഗ് കൂട്ടാനുള്ള രീതിയിലേക്ക് സംസാരിച്ച് വെക്കാൻ കഴിയുന്ന ആളുകൾക്കാണ് സെലക്റ്റീവ് ആവുന്നുണ്ട് എന്നൊരു സംശയം എനിക്കൊന്നുണ്ട്. സാറിൻ്റെ പ്രതികരണം എന്താണ് അതിനോട്? ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ തിരുവനന്തപുരത്താണ് കേരളത്തിലെ പ്രധാനപ്പെട്ട എല്ലാ ന്യൂസ് ചാനലുകളുടെയും ആസ്ഥാനം. അപ്പോൾ ആ സ്റ്റുഡിയോയിലേക്ക് നമ്മൾ അവരെ അതിഥികളെ കൊണ്ടുവരുന്നു, അവരവിടെ നമ്മളോട് സംസാരിക്കുന്നു. പിന്നെ ബ്യൂറോകളിൽ അവർക്ക് എത്താൻ സാധിക്കുമെങ്കിൽ പ്രധാനപ്പെട്ട ബ്യൂറോകളിൽ നിന്ന് അവർക്ക് നമ്മളോട് സംസാരിക്കാം. ചിലർ പറയും, ചില വളരെ സീനിയേഴ്സൊക്കെയാണ്, അത് രാഷ്ട്രീയ രംഗത്ത് മാത്രമല്ല, കല സാഹിത്യ സാംസ്കാരിക രംഗങ്ങളിലുള്ളവരാണെങ്കിലും ചിലപ്പോൾ അവരുടെ വീട്ടിൽ നമ്മൾ ചെന്ന് അവിടുന്ന് ലൈവ് ചർച്ചയിൽ പങ്കെടുപ്പിക്കാറുണ്ട്. അപ്പോൾ പ്രധാനമായും നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം ഇതിൽ രാഷ്ട്രീയമാണ്, പ്രത്യേകിച്ചും ദൈനംദിന രാഷ്ട്രീയമാണ്. അപ്പോൾ ദൈനംദിന രാഷ്ട്രീയം ചർച്ചയിൽ പങ്കെടുക്കണമെങ്കിൽ ദൈനംദിന രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്ന, അതിൽ വ്യാപരിക്കുന്നവർ തന്നെ വരണം. അതിൽ പ്രധാനമായിട്ടും ചില പാർട്ടികളൊക്കെ, മിക്കവാറും പ്രധാന പാർട്ടികളൊക്കെ, രാഷ്ട്രീയ പാർട്ടികളൊക്കെ ആരൊക്കെയാണ് ചർച്ചയിൽ പോകേണ്ടത് എന്നവർ നിശ്ചയിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെ പോകേണ്ടതില്ല എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം ഇന്ന ആളെ വിളിച്ചാൽ വരില്ല. ഇപ്പോൾ KPCC അധ്യക്ഷനെ നമുക്ക് താല്പര്യം ഉണ്ടാവും, അദ്ദേഹത്തിനും താല്പര്യമുണ്ട്. പക്ഷേ അദ്ദേഹം അങ്ങനെ പോകാൻ തുടങ്ങിയാൽ KPCC അധ്യക്ഷനും CPMൻ്റെ സംസ്ഥാന സെക്രട്ടറിക്കും വേറെ ഒന്നിനും ചെയ്യാൻ പറ്റില്ല. കാരണം ഏറ്റവും ഉന്നത പദവികളിലിരിക്കുന്ന 2 ആൾക്കാരാണ്, അല്ലെങ്കിൽ ഏത് രാഷ്ട്രീയ പാർട്ടി. അപ്പോൾ അവരൊക്കെ അതിൽ നിന്ന് മാറി നിൽക്കും. അതിന് പകരം തൊട്ട് താഴെയുള്ള അവരുടെ രാഷ്ട്രീയ നിലപാടുകൾ തന്നെ പറയാൻ സാധിക്കുന്ന മറ്റ് സമുന്നതരായ നേതാക്കന്മാരാണ് വരിക. അങ്ങനെ പോകുന്ന കുറേ പേരുണ്ടാകും. അവരുടെ ഒരു അവൈലബിലിറ്റി കൂടി നോക്കണം. തിരുവനന്തപുരത്തുണ്ടാകണം, നമ്മൾ വിളിക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡിയോയിലെത്താൻ സാധിക്കണം, മറ്റ് ജില്ലകളിലേക്ക് പോകരുത്, പിന്നെ അവർക്ക് സംസാരിക്കാൻ അങ്ങനെ ഒരു വാദവും പ്രതിവാദവും ഉണ്ടല്ലോ, അത്തരം രീതിയിൽ സംസാരിക്കാൻ സാധിക്കുന്ന ഒരു എനർജി ഉള്ളവരാകണം, അതിൽ താല്പര്യമുള്ളവരാകണം. അപ്പോൾ അങ്ങനെ പല ഘടകങ്ങളുണ്ട്. അപ്പോൾ അവൈലബിലിറ്റിയും അവരുടെ താല്പര്യവും പാർട്ടിയുടെ നിയന്ത്രണവും ഒക്കെ വെച്ചിട്ടാണ് മിക്കവാറും നമ്മൾ സ്ഥിരമായിട്ടുള്ള മുഖങ്ങൾ കാണേണ്ടി വരുന്നത്. രണ്ടാമത്തത്, അതിനിടയിൽ ഓരോ പാർട്ടിയിൽ നിന്നും ചെറുപ്പക്കാർ, അത് ശ്രദ്ധിച്ചറിയാം, എല്ലാ പാർട്ടിയിലെയും ചെറുപ്പക്കാർ കടന്നു വരുന്നുണ്ട്. അപ്പോൾ ഓരോ വർഷവും നമ്മൾ കൊല്ലവസാനം എടുക്കുമ്പോൾ ആ രാഷ്ട്രീയ പാർട്ടിയിലെ 2-3 ചെറുപ്പക്കാരെങ്കിലും ആ വർഷം പുതുതായിട്ട്, അത് അവരുടെ യുവജന വിഭാഗത്തിലെയോ വിദ്യാർത്ഥി വിഭാഗത്തിലെയോ ഒക്കെ ആൾക്കാർ വന്നിട്ടുണ്ടാവും. അങ്ങനെ കുട്ടികൾ പാർട്ടിയും വളർത്തിയെടുക്കുന്നുണ്ട്, അവരുടെ യുവജന വിഭാഗത്തിൽ നിന്ന് ആൾക്കാരെ വളർത്തിയെടുക്കുന്നുണ്ട്, യുവ MLA-മാർ MP-മാർ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അത് വരുന്നുണ്ട്. പക്ഷേ ഒരു 70-80% പഴയ മുഖങ്ങൾ തന്നെയായിരിക്കും. ഒരു 10-20% വരെയാണ് പുതുമുഖങ്ങൾ പാർട്ടിയിൽ നിന്ന് വരിക. അത് മിക്കവാറും ഒക്കെ പാർട്ടിയുടെ ചില നിബന്ധനകളുണ്ടാവും. തീരെ ജൂനിയേഴ്സിനോട് സംസാരിക്കാനൊന്നും അവർക്ക് അനുവാദം ഉണ്ടാവണം എന്നില്ല പാർട്ടി ലെവലിൽ. മാത്രമല്ല, വളരെ ജൂനിയറായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവ് വളരെ ഗൗരവമാർന്ന ഒരു വിഷയം സംസാരിച്ചാൽ നമ്മുടെ പ്രേക്ഷകരും അതെത്രമാത്രം ബാക്കിയുള്ളവരൊക്കെ അവിടെ പോയി എന്നന്വേഷിക്കും. അപ്പോൾ അവർ വിചാരിക്കുന്നത് അത്തരം വിഷയങ്ങളിൽ ഇപ്പോൾ പ്രതികരിക്കേണ്ട എന്നവർ തീരുമാനിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഏറ്റവും ജൂനിയറായ ആളെ വിട്ടത്. നാളെ അവർക്ക് മറിച്ച് പറയാൻ ഒരു അവസരമുണ്ടാകണമെങ്കിലോ ഇതിനെ ഖണ്ഡിക്കണമെങ്കിലോ അല്ലെങ്കിൽ പാർട്ടി അതിൻ്റെ ഒരു തീരുമാനത്തിലേക്ക് വന്നിട്ടില്ല അങ്ങനെ ഏത് ഊഹാപോഹവും നമ്മുടെ സാധാരണ പ്രേക്ഷകന് ചിന്തിക്കാൻ സാധിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളും വിളിക്കുമ്പോൾ ഒരു വലിയ വിഷയമാണ്, ഗൗരവമാർന്ന വിഷയമാണ്, ഏറ്റവും മുതിർന്നയാൾ, തൊട്ട് താഴെയുള്ളയാൾ. താരതമ്യേന വിഷയങ്ങളുടെ ഇത് കുറവാണെങ്കിൽ ചെറുപ്പക്കാർ, അല്ലെങ്കിൽ ചെറുപ്പക്കാരായിട്ടുള്ളവർ നന്നായിട്ട് സംസാരിക്കുന്നവരുണ്ട്, നമുക്ക് അറിയാലോ ഈ രാഷ്ട്രീയ രംഗത്തുള്ളവർ. അപ്പോൾ അവരെ ഒന്ന് ട്രൈ ചെയ്യാൻ അവർക്കും പാർട്ടിക്കും താല്പര്യമുണ്ടെങ്കിൽ അവരെയും ട്രൈ ചെയ്യും. അപ്പോൾ ഇതിങ്ങനെ ഒരു 70-80% പഴയ ആൾക്കാരും ഓരോ വർഷവും ചെറിയൊരു ശതമാനം പുതിയ ആൾക്കാരും നിരന്തരം വരുന്നുണ്ട്. പക്ഷെ പ്രശ്നം രാഷ്ട്രീയമാണ് കേരളത്തിൽ കൂടുതൽ പ്രൈം ടൈം ഡിബേറ്റുകളിൽ ചർച്ച ചെയ്യപ്പെടുന്നത് എന്നുള്ളത് കൊണ്ടാണ് സ്ഥിരമുഖങ്ങൾ. നമ്മൾ പരിസ്ഥിതി വിഷയം, അല്ലെങ്കിൽ ഒരു കശ്മീർ പ്രശ്നം, അല്ലെങ്കിൽ ഒരു അതിർത്തി, ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള അതിർത്തി പ്രശ്നം, അല്ലെങ്കിൽ വിദേശ രാജ്യത്തുള്ളൊരു പ്രശ്നം, ഇന്ത്യയുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു വിഷയം, അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ നടക്കുന്നൊരു വിഷയം,
ഇതൊന്നും നമ്മൾ ഇവിടെ കേരളത്തിൽ ചർച്ച ചെയ്താൽ ഒരു പക്ഷേ അത് കേൾക്കാനും പ്രേക്ഷകർക്ക് താല്പര്യം ഉണ്ടാവില്ല. ഇപ്പോൾ UAE നടക്കുന്നൊരു വിഷയമാണെങ്കിൽ അത് ചർച്ച വെച്ചാൽ എല്ലാവരും കേൾക്കാം. കാരണം ഈ കേരളത്തിലെ മിക്കവാറും വീടുകളിൽ നിന്ന് എവിടെന്നെങ്കിലും ഒരാൾ എമിറേറ്റ്സിലുണ്ടാവും. അപ്പോൾ അവിടെ ഒരു വലിയ വിഷയമാണ്, അവിടുത്തെ എല്ലാവർക്കും തൊഴിൽ നഷ്ടപ്പെടുന്ന വിഷയമാണെങ്കിൽ അതൊരു ചർച്ച വെച്ചാൽ നമ്മളെ ബാധിക്കുന്ന വിഷയം. അല്ലെങ്കിൽ ജർമ്മനിയിൽ നടക്കുന്ന അവിടെ നിന്നുള്ള കൂട്ടത്തോടുകൂടി നഴ്സുമാർക്ക് മടങ്ങി വരുന്നു എന്ന് പറഞ്ഞാൽ അത് ചർച്ച ചെയ്യാം. അങ്ങനെ കേരളവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റുള്ളൂ എന്നൊരു പരിമിതിയും നമുക്കുണ്ട്. അല്ലെങ്കിൽ പിന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയിലെ പരാജയമോ അല്ലെങ്കിൽ ടെസ്റ്റ് ക്രിക്കറ്റിലെ പ്രശ്നങ്ങൾ അങ്ങനെയുള്ള പൊതു താല്പര്യ വിഷയങ്ങളിലേക്ക് വരാൻ അത് വളരെ കുറവാണല്ലോ. അതാണ് സർ, ഇന്ന് ടെലിവിഷൻ പ്രോഗ്രാംസ് എല്ലാം പ്രയോറിറ്റി ബേസ്ഡ് ആണ്, ട്രെൻഡ് ബേസ്ഡ് ആണ്. ഓരോ പുതിയ ചാനൽ വരുന്നത് തന്നെ ആശയസമ്പന്നതയേക്കാളും കൂടുതൽ ട്രെൻഡ് ഉണ്ടാക്കാം, അതിൽ കഴിഞ്ഞു മതി ആശയങ്ങൾ എന്ന രീതിയിലാണെന്ന് നമുക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. അപ്പോൾ ഈ ടെലിവിഷൻ ന്യൂസ് ജേർണലിസത്തിൻ്റെ മേഖലയിലേക്ക് വരുന്ന സമയത്ത് ഇത്തരത്തിൽ ട്രെൻഡ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു ന്യൂസ് പ്രൊഡക്ഷൻ ഉണ്ടാവുന്നുണ്ടെന്ന് സാറിന് തോന്നിയിട്ടുണ്ടോ? അല്ല, ഓരോ ചാനലിലും തുടങ്ങുമ്പോൾ അവർ കൊണ്ടുവരുന്ന ഒരു രീതിയുണ്ട്, അതൊരു ട്രെൻഡായിട്ട് മാറുന്നുണ്ടാവും. അപ്പോൾ അത് പക്ഷേ അത് അങ്ങനെ തന്നെ പിന്തുടരാൻ പറ്റില്ല. അതിന് മുൻപ് വന്നൊരു ന്യൂസ് ചാനലിന് ഇപ്പോൾ തുടങ്ങിയ ന്യൂസ് ചാനലിൻ്റെ ഒരു രീതി അതേപടി പകർത്താനാവില്ല. അപ്പോൾ അതിനെ മറികടക്കുന്ന ഒരു അവതരണ രീതിയോ അതിനെ മറികടക്കുന്ന ഒരു വാർത്താധിഷ്ഠിത പരിപാടിയോ ഒരു ചർച്ചയോ അഭിമുഖമോ അവർ കൊണ്ടുവരും. അപ്പോൾ ഓരോ പുതിയ ചാനൽ വരുമ്പോഴും അതൊരു ഒരു മത്സരമാണ്. അവർ കൊണ്ടുവരുന്ന നല്ലൊരു സാധനം അത് ക്ലിക്കാവുന്നു, പ്രേക്ഷകർക്ക് ഇഷ്ടമാവുന്നു. അപ്പോൾ അതുപോലെ അതിനേക്കാൾ ഒരു പടി കൂടി മുന്നിൽ നിൽക്കുന്ന മറ്റൊരു പരിപാടി. അങ്ങനെയാണ് ഇപ്പോൾ മത്സരാധിഷ്ഠിതമായ ഈ വാർത്താ ചാനലുകൾ മാറി മാറി പുതിയ പരിപാടികൾ വരുന്നതിൻ്റെ കാരണം. ട്രെൻഡ് സെറ്റർ എന്ന് പറയാൻ പറ്റില്ല. ട്രെൻഡ് സെറ്റർ എന്ന് പറയുമ്പോൾ ഒരേ ട്രാക്ക് പിടിക്കണമല്ലോ. അങ്ങനെ പോയാൽ സ്വാഭാവികമായിട്ടും അത് തന്നെയാണല്ലോ ഇത് എന്ന് പറയും. അപ്പോൾ അങ്ങനെ ഇല്ല. പക്ഷെ അങ്ങനെയാണെങ്കിൽ നമുക്ക് പിന്നെ പറയാം, എല്ലായിടത്തും പ്രൈം ടൈം ഡിബേറ്റുകളുണ്ട്, എല്ലായിടത്തും റൗണ്ട് ദ ബുള്ളറ്റിനുണ്ട്. അതൊരു നിയതമായൊരു വഴിയാണ്, അത് എല്ലാവരും ചെയ്യുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ട്രെൻഡ് സെറ്റിംഗ് വന്നു കഴിഞ്ഞാൽ, പുതിയൊരു സാധനം വന്നു കഴിഞ്ഞാൽ അതിനെ മറികടക്കുന്ന മറ്റൊന്ന് നമുക്ക് ചെയ്യണം എന്നൊരു ഒരു വാശിയിൽ പുതിയൊരു സാധനം വരുന്നുണ്ട്. അത് വളരെ ഗുണകരമാണ്. സർ, ഇപ്പോൾ സാറിൻ്റെ യാത്ര ദൂരദർശൻ എന്ന് പറയുന്ന ഒരുപാട് വർഷങ്ങൾ മുൻപ് മുതലുള്ള ഒരു കാലഘട്ടത്തിൽ നിന്ന് തുടങ്ങി കാലത്തിനൊപ്പം സഞ്ചരിച്ച് ജനം TV എത്തി നിൽക്കുകയാണ്. വാർത്താ അവതരണ ശൈലിയിലാണെങ്കിലും അതിൻ്റെ സമ്പ്രദായങ്ങളിലാണെങ്കിലും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന സാങ്കേതിക വിദ്യകളിലാണെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ കാലാനുസൃതമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ഒരു 20 വർഷം കഴിയുന്ന സമയത്ത് ഇത്രയും വലിയൊരു കാലഘട്ടത്തിലൂടെ സഞ്ചരിച്ചൊരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ചോദ്യം, സാറ് നോക്കിക്കാണുന്ന ഒരു ഭാവി എന്താണ്? ഈ അവതരണത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും സാങ്കേതിക വിദ്യയുടെ ഉപയോഗത്തിലാണെങ്കിലും സാറ് കാണുന്നൊരു ഭാവി എന്താണെന്ന് പറയാമോ? ഒന്നും നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തു മാറ്റം സംഭവിക്കാവുന്ന ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. പക്ഷേ ഒരെന്നുള്ളത് എല്ലാവരും ജേർണലിസ്റ്റുകളാവുന്ന ഒരു എല്ലാ പ്രേക്ഷകനും എല്ലാ പൊതുജനവും പൂർണ്ണമായും ഒരു ജേർണലിസ്റ്റിക് അപ്രോച്ച് ഏതൊരു പ്രശ്നത്തോടും ഒരു മാധ്യമപ്രവർത്തകൻ്റെ കാഴ്ചപ്പാടോടുകൂടി കാണുന്ന, അത് രാഷ്ട്രീയ പ്രബുദ്ധത, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഒരു രാഷ്ട്രീയ പ്രബുദ്ധതയോടുകൂടി വിഷയത്തെ സമീപിക്കാൻ കഴിയുന്ന, വിശകലനം ചെയ്യാൻ കഴിയുന്ന, അതേക്കുറിച്ച് രണ്ട് വാക്ക് പറയാൻ കഴിയുന്ന ഒരു ജനാധിപത്യത്തിൻ്റെ ഉയർന്നൊരു പദത്തിലേക്ക് അല്ലെങ്കിൽ ഒരു പടവിലേക്ക് വരുന്നൊരു കാലഘട്ടം ഉണ്ടാകണം. അപ്പോഴാണ് ജനാധിപത്യവും നന്നാവും, അതോടൊപ്പം നിൽക്കുന്ന മറ്റു തൂണുകളും നന്നാവുള്ളൂ. അപ്പോൾ നമ്മുടെ വാർത്താ അവതരണം ഒരു പക്ഷേ സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്കൊക്കെ പോവാം. ഇപ്പോൾ സ്റ്റുഡിയോയിൽ നടന്നും ഡെസ്കിനുള്ളിലൂടെ നടന്നും സ്റ്റുഡിയോയും ഫ്ലോറുമൊക്കെ ഒന്നാണ്. ഇവിടെ നമ്മുടെ ഡെസ്ക് ഇവിടെ ഉണ്ടാവും, ഡെസ്കിനോട് ചേർന്ന് ആ ഫ്ലോറിലാണ് വാർത്ത അവതരിപ്പിക്കുക. ആ ഒരു അതിരുകൾ മാഞ്ഞുകൊണ്ടിരിക്കുക. അതിനിടയിൽ തിരിഞ്ഞ് ഡെസ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ചീഫ് സബ് എഡിറ്ററോട് അല്ലെങ്കിൽ പ്രമുഖനായൊരു ഇയാളോട്, എഡിറ്റോറിയൽ സ്റ്റാഫിലെ ഒരു പ്രമുഖനോട് അതിൻ്റെ ഒരു വിശദാംശം ചോദിക്കുക. അയാളത് നോക്കി ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം ഇതാണ് കിട്ടിയിട്ടെന്ന് പറയുക. അങ്ങനെ പല രീതികളിപ്പോൾ എല്ലാവരും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അത് ഒരു പക്ഷേ സ്റ്റുഡിയോയ്ക്ക് പുറത്തേക്ക്, ഫ്ലോറിന് പുറത്തേക്ക് ഒക്കെ അതും പോകുന്നുണ്ട്. അത് പോകുന്നൊരവസ്ഥയിലേക്ക് ദൈനംദിന ന്യൂസ് മാറും. അപ്പോൾ മാത്രമല്ല, നമുക്ക് സങ്കല്പിക്കാനാകാത്ത രീതിയിലേക്ക് ഒരു പക്ഷേ ന്യൂസ് പോവാം. കാരണം ഇപ്പോൾ ന്യൂസ് പലരും സ്വന്തം മൊബൈലിൽ കിട്ടുമല്ലോ. നമുക്ക് അങ്ങനെ സങ്കല്പം ഉണ്ടായിരുന്നില്ല. ന്യൂസ് കൃത്യം 7 മണിക്ക് TV തുറന്ന് ന്യൂസ് കാണുന്നു, ന്യൂസ് കഴിയുന്നു, TV അടയ്ക്കുന്നു. അത് മാറി ന്യൂസിൻ്റെ എണ്ണം കൂടുന്നു. എപ്പോൾ നമ്മൾ വന്നാലും നമുക്ക് വേണ്ടി ഏതൊരു ചാനലിൽ ന്യൂസ് ഉണ്ട് എന്നുള്ളൊരവസ്ഥയായി.
അല്ലെങ്കിൽ ചില ന്യൂസുകൾ രാത്രി അർദ്ധരാത്രിക്ക് ശേഷം ഒരു ന്യൂസ്, പ്രധാന ന്യൂസ് അത് റിപ്പീറ്റ് ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാകും. അല്ലെങ്കിൽ യൂട്യൂബിൽ നമുക്ക് ന്യൂസ് കിട്ടുന്നു, ഉടനെ തന്നെ മൊബൈലിൽ കിട്ടുന്നു. ഇതൊക്കെ മാറ്റങ്ങളാണ്. ഇനി എന്തു മാറ്റമാണ് വരിക എന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മളുടെയൊക്കെ പ്രഡിക്ഷനൊക്കെ അപ്പുറത്താണ് ഈ വരാൻ പോകുന്നത്. കാരണം പുതിയ തലമുറ ഏത് രീതിയിലേക്കാണ് വാർത്തകളെ കൊണ്ടുപോവുക, വളരെ വളരെ ഭാവാത്മകമായിട്ടേ കൊണ്ടുപോകുള്ളൂ, വളരെ പോസിറ്റീവായിട്ടേ കൊണ്ടുപോകുള്ളൂ. അതെങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. വാർത്ത എന്നത് എത്ര കാലം കഴിഞ്ഞാലും അതുപോലെ തന്നെ നിൽക്കും. മാറ്റം വരുന്നത് അത് അവതരിപ്പിക്കുന്ന രീതികളിലും അതിനുവേണ്ടി കണ്ടെത്തുന്ന സമ്പ്രദായങ്ങളിലും മാത്രമായിരിക്കും. എന്നിരുന്നാലും സർ, സാറിൻ്റെ ഇത്രയും വിലപ്പെട്ട സമയം മാറ്റിവെച്ച് ശുഭാപ്തി വിശ്വാസം നിറഞ്ഞ ഒരുപാട് ആശയങ്ങൾ ഞങ്ങളുമായി പങ്കുവച്ചതിന് ഒത്തിരി നന്ദി, സ്നേഹം. ഒരുപാട് നന്ദി, സന്തോഷം.